അന്നത്തെ വാർത്താവതരണം എൻ്റെ തലയിൽ വന്നു, എൻ്റെ ചുമതലയിലായി, ഞാനാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനമായി. അപ്പോൾ വൈകുന്നേരം 7:30 എന്ന് പറയുന്ന സമയമാണ്. 7:30 എന്ന് പറഞ്ഞാൽ സുബിക് ബേയിൽ അത് ശരിക്കും ഫിലിപ്പീൻസിലെ സമയം അനുസരിച്ച് അത് 10 മണിയാണ്, രാത്രി 10 മണിയാണ്. അപ്പോൾ ഈ രാത്രി 10 മണിക്കാണ് അവിടെ ഇരുന്നിട്ട് ഞാൻ ആദ്യത്തെ വാർത്ത അവതരിപ്പിച്ചത്, ഇവിടെ 7:30-ക്ക്. പക്ഷേ അപ്പോൾ ആദ്യമൊന്നും നമുക്ക്, കാരണം വെച്ചാൽ ഞങ്ങൾ ട്രയൽ ബുള്ളറ്റിൻ സിസ്റ്റം പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുപോലെ അങ്ങ് ചെയ്യാം എന്നുള്ളൊരു ധാരണയായിരുന്നു. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് നമുക്ക് ഈ ഒരു സംഗതി വരുന്നത്. ഏതാണ്, അവിടെ വലിയ ഹാളിൽ ഇത് ആദ്യത്തെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാളാണെന്ന് തോന്നുന്നു പഴയ. പിന്നെ ആ ഹാളിൽ വെച്ചിട്ട് വലിയ സദസ്സിന് മുമ്പിൽ ഇത് ആദ്യമായിട്ട് പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. അവിടെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി PM സെയ്ദ് വന്ന് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു സ്ക്രീനിൽ വരും. അപ്പോൾ ഞാനിത് അവതരിപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് ഇത് വന്നത്. അപ്പോൾ ആദ്യം വാർത്ത അവിടെ നിന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ കൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മൾ ചെയ്യുന്നതാണെങ്കിലോ, ഇത് വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ അങ്ങനെ സത്യത്തിൽ അങ്ങ് അത് ആലോചിക്കുമ്പോൾ ഒരു തമാശയുള്ള എന്താണെന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ ഓഡിയൻസിന് മുമ്പിലാണല്ലോ നമ്മളിത് ചെയ്യുന്നത് എപ്പോഴും. അത് നമ്മൾ ഓർക്കുന്നില്ല. അങ്ങനെ ഒരു വലിയൊരു പരിപാടി നടത്തി അവിടെ വെച്ചാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ടെൻഷനൊക്കെ തുടങ്ങി. രാത്രി 10 മണിക്കാണല്ലോ നമ്മൾ ഏതാണ്ടൊക്കെ റെഡി ആയ ഒരു 8 മണിയാണ്. കാരണം വെച്ചാൽ അന്നൊക്കെ വാർത്ത എന്ന് പറയുന്നത് നമുക്ക് വേണം പിന്നെ സംസാരിക്കാം അതിനെക്കുറിച്ച്. പെട്ടെന്ന് എല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചത്, അല്ലാതെ ഒന്നും ലൈവോ കാര്യങ്ങളോ മാറ്റോ ഒന്നുമില്ല. അതെല്ലാം തയ്യാറാക്കി വെച്ച റൺഡൗൺ അനുസരിച്ച് ഒന്ന് വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് അത് എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ എനിക്ക് ടെൻഷൻ കാരണം നിൽക്കാൻ വയ്യാണ്ട് ഒരു 10 മണി വരെയൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്കേ അറിയുള്ളൂ ജിൽസി. 10 മണിക്ക് ഇത് അപ്പോഴേക്കാണ്, അതിനിടയിലാണ് ഒരു വിവരം വന്നത്. ഈ കംപ്ലീറ്റ് ഈ ചടങ്ങിൽ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ നിൽക്കാതെ PM സെയ്ദ് മടങ്ങും. അദ്ദേഹത്തിന് എന്തോ തിരക്കുള്ളതുകൊണ്ട് അദ്ദേഹം മടങ്ങും. പിന്നെ ബാക്കിയുള്ളവരെ ഉണ്ടാവും. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റിലീഫായി. ഒരാളെങ്കിലും പോയല്ലോ. ഒരാളെന്ന് വെച്ചാൽ മന്ത്രി എങ്ങ് പോവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ കുറേ പേരൊക്കെ പോവുമല്ലോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് കുറച്ച് ആശ്വാസമായി. അങ്ങനെ അതിൻ്റെ ഒരു ബലത്തിലാണ് അന്ന് അവിടെ ഇരുന്നിട്ട് വാർത്ത വായിച്ചത്.